കയ്യിലുള്ള അളവ് ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുരിദാറിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം നീളത്തിൽ രണ്ടായിട്ട് മടക്കുക. ഇപ്പോൾ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 4 പീസായിട്ട് വരും. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ അളവിനുള്ള ചുരിദാർ വെച്ച് കൊടുക്കുക. ചുരിദാർ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ നല്ല ഭാഗം പുറമേ ആയിട്ട് വെക്കുക ഇതുപോലെ. എന്നിട്ട് അതൊന്ന് നടുക്ക് മടക്കിയിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒരേ നിരപ്പിൽ വരുന്ന പോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു തുണി മടക്കിയ ഭാഗത്തേക്കായിട്ട് ചുരിദാർ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെയാണ് ചുരിദാർ വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് എനിക്ക് ആവശ്യമില്ല. ഇതിൻ്റെ കുറച്ചൊരു 1 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഞാൻ ചുരിദാർ തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് നീളം കൂടുതലുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. താഴ്ന്ന് കട്ട് ചെയ്ത് നമുക്ക് അത്രയും തുണി വെറുതെ വേസ്റ്റായി പോവും. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെച്ചിട്ടുള്ള അളവിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്, തയ്യൽ തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കക്ഷത്തിൻ്റെ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ആ ഒരു ആം ഹോൾ എവിടെയാണ് വന്നിട്ടുള്ളത് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കക്ഷ എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണോ ഒന്ന് കർവ് പോലെ വന്നിട്ടുള്ള ആ സ്റ്റിച്ചിങ്ങും ഇതുപോലെ അതിൻ്റെ കൈയൊന്ന് പൊക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ഇങ്ങനെ. എന്നിട്ട് ആ മാർക്കിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കിലെ പീസൊന്ന് മടക്കി വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ നെക്ക് ഇറക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിലെ പാർട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അളവെടുത്തിട്ടുള്ള ആ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അത്രയും ഇറക്കത്തിനനുസരിച്ച് തുണി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അവിടെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇറക്കം കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. കാരണം ഇപ്പോൾ ഫ്രണ്ടിൽ ഇത്രയാണ് ഇറക്കം വരുന്നത്. ഇനി നമുക്ക് റൗണ്ട് നെക്കോ വി നെക്കോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് അളവിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇത്രയും ലെങ്ത്ത് വേണ്ടാത്തത് കൊണ്ട് നമ്മളിനി 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും കറക്റ്റ് അളവിൽ കട്ട് ചെയ്തത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള തുണിയാണ്. കണ്ടില്ലേ, ഈ ഒരു കക്ഷം വരുന്ന ഭാഗമുള്ള തുണിയാണിത്. അവിടെ ആ ഒരു കേർവ് ഷേപ്പ് വന്നത്. നമ്മൾ ചുരിദാറിൻ്റെ സ്ലീവ് ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ ടോപ്പ് കട്ട് ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കാരണം ഞാനൊരു ബലൂൺ സ്ലീവാണ് തയ്ക്കുന്നത്. നിങ്ങൾ നോർമൽ സ്ലീവ് ആണെങ്കിൽ ആ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം.